ഒക്ടോബർ മാസം 1 തീയതി മുതൽ 31 തീയതി വരെ ഡാനിയൽ അച്ഛൻ നമുക്ക് നേരത്തെ തന്ന ടാസ്ക് തന്നെ, അതായത് നമ്മുടെ ഏജിനനുസരിച്ചിട്ടുള്ള ജപമാല പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചൊല്ലണം. നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഈ ജപമാല പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് ലോകത്തിന്റെ എമ്പാടും അനേകം ആളുകൾ, നമുക്കിപ്പോ ഒരു മൈനോറിറ്റി ഉള്ളു നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടുന്നത്. ഒത്തിരി ആളുകൾ യേശുവിനെ അറിയാതെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നമുക്കറിയാലോ. ഒരുപാട് പേര്, ഒത്തിരി യൂത്ത്, നമുക്ക് ഒത്തിരി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റിലുമുണ്ട്. വളരെ ഒരു മൈനോറിറ്റിയൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ വളരെ കുറവാണെന്ന് നമുക്കറിയാം. നമുക്കൊരു ധ്യാനം നടത്തിയാൽ പോലും മാക്സിമം ഒരു 400-500 പേരെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ദൂരം ആളുകൾ ഇനിയും കർത്താവിനെ പറ്റി അറിയാൻ, ആ സ്നേഹത്തിലേക്ക് വരാനായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ജപമാല പ്രാർത്ഥന ചെല്ലുമ്പോൾ ഒരു 10 പേരെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യണം. ഒരു 10 പേരെ. ഒക്ടോബർ 1 തീയതി നിങ്ങൾ ജപമാല ചെല്ലുമ്പോൾ നിങ്ങളുടെ നിയമങ്ങളോ ഒന്നും നിങ്ങൾ സമർപ്പിക്കരുത്. നിങ്ങൾ ജപമാല ചെല്ലുന്നത് നിങ്ങളെ അറിയാത്ത, നിങ്ങൾക്കറിയാത്ത ഒരു 10 നശിച്ച് അല്ലെങ്കിൽ തിന്മയുടെ അങ്ങേ കുഴിയിൽ കിടക്കുന്ന ഒരു 10 പേരെ കർത്താവെ ഞങ്ങൾ ഈ ജപമാലയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ 31 ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്ക് ഒരുപാട് പേരുടെ ആത്മാക്കളിലേക്ക് ഒരു കാറ്റടിക്കാനായിട്ട് തുടങ്ങും. അതിന് വേറെ സംശയമൊന്നുമില്ല. കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 6-ാം തിരുവചനം പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു വചനമാണ്. നമുക്കതിനെ അങ്ങനെ ചിന്തിക്കാം. കൊളോസോസ് 2:6, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. പരിശുദ്ധ അമ്മ അങ്ങനെ ജീവിച്ച ഒരാളാണ്. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ടും അനർഗളമായ കൃതജ്ഞത പ്രകാശനത്തിൽ മുഴുകുവിൻ. ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അമ്മയെ പറ്റിയുള്ള ഒരു വചനമാണ്. ശരിക്കും പരിശുദ്ധ അമ്മയുടെ ജീവിതം കണ്ടിട്ട് പൗലോസ്ലീഹ പറഞ്ഞൊരു വചനമായിട്ടാണ് അതിനെ തോന്നുന്നത്. തീർച്ചയായിട്ടും കൊളോസോസ് 2:6 2:6 എല്ലാവരും ക്രിസ്തുവിൽ എത്തിയാലേ പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജപമാല പ്രാർത്ഥന എത്ര നമ്പർ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മാക്സിമം ചെല്ലുക. ഓരോ ജപമാലയിലും നിങ്ങളൊരു 10 യുവജനങ്ങളെ, നമുക്കറിയാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി തിന്മയിലൂടെ, മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ, ജഡികാസക്തിയിലൂടെ കടന്നു പോകുന്ന ആ യുവജനങ്ങളെ എല്ലാവരെയും നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് നമുക്കൊരു കൊയ്ത്ത് 31 തീയതി നടത്താനായിട്ട് പ്രത്യേകം